In this video, we can discuss about psychotropic drugs and psychiatric illness. So let's start with the definition of psychotropic drugs. It is also known as psychopharmacological agents, and these are agents or drugs those having primary effect on psyche or mental process. So these are the drugs which are used for the treatment of psychiatric disorder. അപ്പോൾ മെൻ്റൽ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഏത് ഡ്രഗിനെയും നമുക്ക് സൈക്കോട്രോപിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോ ഫാർമക്കോളജിക്കൽ ഏജൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ മെൻ്റൽ പ്രോസസ്സ് ആൻഡ് എന്താണ് ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സൈക്കാട്രിക് ഇൽനെസ്, മെൻ്റൽ ഹെൽത്തിൽ വരുന്ന ഇൽനെസ്സിനെ നമുക്ക് സൈക്കാട്രിക് ഇൽനെസ് എന്ന് വിളിക്കാം. അത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, സൈക്കോസിസ് ആൻഡ് ന്യൂറോസിസ്. And again it is classified into schizophrenia, maniac, depression and bipolar, then obsessive compulsive disorder, phobia, anxiety and post-stress disorder. Now let's see one by one. What is psychosis? Psychosis are severe psychiatric illness with serious distortion of thought, behavior and capacity to recognize the reality and perception of the reality. അപ്പോൾ ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ആണ്. ഈ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ആളുടെ തോട്ട്, ബിഹേവിയർ ആൻഡ് കപ്പാസിറ്റി, ആളുടെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റിനെയൊക്കെ ആൾട്ടർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു കാര്യം പറയാം, സൈക്കാട്രിക് ഇൽനെസ് എന്നാണ് പറയാം. അതായത് ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണ് ശരിക്കും സൈക്കാട്രി എന്ന് പറയുന്നത്, സൈക്കാട്രിക് ഇൽനെസ് എന്ന് പറയുന്നത്. ചെറിയ എന്തെങ്കിലും ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന ഏത് കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉണ്ട് എന്ന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടീഷൻസുകളായിരിക്കാം ഇതിലുള്ള ഓരോരോ ഡിസീസസുകളും വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് സൈക്കോസിസ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു അക്യൂട്ട് ക്രോണിക് ബ്രെയിൻ സിൻഡ്രോം ഓർ കൊഗ്നിറ്റീവ് ഡിസോർഡർ ഇൻ വിച്ച് ദ മെയിൻ സിംറ്റംസ് ആർ ഡെലീറിയം ആൻഡ് ഡിമെൻഷ്യ. ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ഇമോഷൻ ആൻഡ് തോട്ട്. ആള് കാര്യങ്ങൾ മറന്നു പോവുക, ഓർമ്മക്കുറവുണ്ടാവുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് അക്യൂട്ട് ക്രോണിക് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡിസോർഡർ. ആൾ ഇതുവരെ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ, പഠിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ആളെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഇല്ലാണ്ടായി പോവുക എന്നുള്ളതാണ്. ഈ ഡു നോട്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദ ഇമോഷൻ ആൻഡ് തോട്ട്. ആൾക്കൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് അപ്പോഴത്തെ അവസ്ഥയിൽ ആൾക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോട് വിഷമം തോന്നുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനോട് പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി അതൊക്കെ ഉണ്ട്. പക്ഷെ മുന്നേ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയും. രണ്ടാമത്തേതാണ് ഫങ്ഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇൻ ദിസ് ഇമോഷൻ, തോട്ട് ആൻഡ് റീസണിങ് ബിഹേവിയർ വിൽ ഗെറ്റ് ആൾട്ടേർഡ്. അപ്പോൾ ആൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും ഇമോഷൻ വരുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാനും ഒക്കെ ഉള്ള ആ ഒരു കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെടുക എന്നുള്ളത്. ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് മെമ്മറി. മുന്നേ പഠിച്ചു വെച്ച കാര്യങ്ങൾ അതൊക്കെ മൂപ്പർക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഈ കാര്യങ്ങൾ മൂപ്പരിൽ ചെറിയ ആൾട്ടറേഷൻ വരുത്തും എന്നുള്ളതാണ്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഡിസോർഡർ ലൈക്ക് ഷിസോഫീനിയ. The main symptoms or the main indication in schizophrenia is hallucination and inability to think coherently. അപ്പോൾ ആളുടെ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ വിട്ടു, ആളുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന സംഗതികളൊന്നും അല്ല ആൾ കാണുന്നത്. ഒരു ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഫീലിങ്സുകളൊക്കെ ഉണ്ടാവാം. എന്നെ ആരെങ്കിലും കൊല്ലാൻ വരുന്നു, എന്നെ ആരെയും തല്ലാൻ വരുന്നു എന്നൊക്കെ നമ്മൾ കാണാത്ത ഒരു സാധനം ആൾ കണ്ടിട്ട് പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനബിലിറ്റി ടു തിങ്ക് കൊഹിറന്റ്ലി, ആ സിറ്റുവേഷൻ അനുസരിച്ച് ആൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആളെപ്പോഴും വേറൊരു ലോകത്ത് നിൽക്കുന്ന പോലെ ആ രീതിയിൽ മനസ്സെത്തുമ്പോഴാണ് അതിന് ഷിസോഫീനിയ എന്ന് പറയുന്നത്. ഓക്കെ, then another one is paranoid state, that is fixed delusion or false belief. Hallucination എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യം കാണുക എന്നുള്ളതാണ്. ഫിക്സ്ഡ് ഡിലൂഷൻ എന്ന് പറയുന്നത് ഒരു സംഗതി ഉണ്ട്, പക്ഷെ അത് ആള് വേറൊരു രീതിയിലാണ് അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. ഫിക്സ്ഡ് ഡിലൂഷൻ അല്ലെങ്കിൽ ഫാൾസ് ബിലീഫ്. ഇപ്പോൾ എനിക്ക് ഒരാളെ കണ്ടാൽ മാത്രമേ ഈ ഒരു സംഗതി നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ വേറൊരാളെ കണ്ട് നമുക്ക് സംസാരിക്കണം, ഇന്ന സംഗതി ചെയ്യണം, കുറച്ചും കൂടി റിലീജിയസ് ആയിട്ടുള്ള ഫാൾസ് ബിലീഫ്സുകളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ രോഗം മാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നല്ലത് വരുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയുള്ള ഫാൾസ് ബിലീഫ്. ചിലവർക്ക് അത് വിശ്വാസമാണ്, അത് വിശ്വാസത്തിനല്ല നമ്മൾ പറയുന്നത്, അത്
വിട്ടിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് പാരനോയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂഡ് അഫക്റ്റീവ് ഡിസോർഡർ. ആളുടെ നോർമൽ ലെവലിനെ ആൾട്ടർ ചെയ്യുന്ന സംഗതികളാണ് മൂഡ് അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. മാനിയ ആൻഡ് ഡിപ്രഷൻ രണ്ടും ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ആണ്. മാനിയ എന്ന് പറയുന്നത് എലേഷൻ ആൻഡ് ഇറിറ്റബിൾ മൂഡ്, റെഡ്യൂസ്ഡ് സ്ലീപ്പ്, ഹൈപ്പർ ആക്ടിവിറ്റി, അൺകൺട്രോൾഡ് തോട്ട്, സ്പീച്ച് ആൻഡ് റെക്ലെസ്നെസ് ആൻഡ് വയലൻസ് ബിഹേവിയർ. ആൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ഇറിറ്റബിൾ മൂഡ് കാണിക്കുന്നതാണ്, റെഡ്യൂസ്ഡ് സ്ലീപ്പ്. അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താനെ കുറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ഡിപ്രഷൻ, സാഡ്നസ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, പ്ലഷർ, വർത്ത്ലെസ്നെസ്, ഗിൽറ്റി ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ലോയിങ് ആൻഡ് മെലോക്കോളിനിയ, ദെൻ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഐഡിയ. അപ്പോൾ ആൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് ചിലപ്പോൾ മാനിയ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഡിപ്രഷനിലോട്ട് പോയിട്ട് ആൾ മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് അത് ചെയ്യേണ്ടിയില്ലായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക, വളരെയായിട്ട് സെൽഫ് ഡിസ്ട്രക്ഷൻ, ആൾ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനോ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുത്തി വെക്കാനോ ഒക്കെയുള്ള ശ്രമം നടത്തുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ദിസ് മൂഡ് അഫക്റ്റീവ് ഡിസോർഡർ ഈസ് ബൈപ്പോളാർ ഡിസോർഡർ. ഇറ്റ് വിൽ സ്വിച്ച് ബിറ്റ്വീൻ മാനിയാക്ക് ആൻഡ് ഡിപ്രഷൻ. ഒരേ പേഷ്യൻ്റ് തന്നെ സീസണൽ ആയിട്ട് ചിലപ്പോൾ കുറച്ച് സമയം മാനിയാക്ക് ആയിരിക്കും, കുറച്ച് സമയം കഴിഞ്ഞ് ആൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരെ ഡിപ്രഷനിലോട്ട് പോകും. സോ ദീസ് ആർ ദ സൈക്കോസിസ്. അപ്പോൾ ഇവിടെയുള്ള മെയിൻ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനോട് പറഞ്ഞാൽ പേഷ്യൻറ്റിന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. അതായത് പേഷ്യൻറ്റിനോട് നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് സമ്മതിച്ച് തരാത്ത രീതിയിലുള്ള സിവിയർ ആയിട്ടുള്ള സൈക്കാട്രിക് ഇൽനെസ് ആണ്. ഓൾവേസ് നീഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡ്രഗ്. അതാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. നൗ സെക്കൻഡ് വൺ ഇസ് ന്യൂറോസിസ്. ദീസ് ആർ ലെസ് സീരിയസ് ആൻഡ് എബിലിറ്റി ടു കംപ്രഹെൻഡ് റിയാലിറ്റി ഈസ് നോട്ട് ലോസ്റ്റ് ആൻഡ് തോട്ട് ദോ പേഷ്യൻ്റ് മേ അണ്ടർഗോ എക്സ്ട്രീം സഫറിങ്. ഇതിൽ പേഷ്യൻറ്റിന് അറിയാം എനിക്കിങ്ങനെ ചെറിയ ചേഞ്ചസുകളൊക്കെ വരുന്നുണ്ട്, ലെസ് സീരിയസ് ആണ്, എപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ചിലപ്പോൾ വരാറില്ല. നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഇതിൽ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദ ഡിസീസസ് ഓർ സിംറ്റംസ് ഇൻ ദ ന്യൂറോസിസ് ആർ ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ത്രെറ്റിനെ കുറിച്ച്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സാധനത്തിനെ കുറിച്ച് വെറുതെ ആലോചിച്ച് സമയം കളയാം. അൺപ്ലസന്റ് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് അസോസിയേറ്റഡ് വിത്ത് അൺഈസിനെസ്, വറി, ടെൻഷൻ ആൻഡ് കൺസേൺ ഓഫ് ദി ഫ്യൂച്ചർ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫോബിക്. ഫിയർ ഓഫ് അൺനോൺ ഓർ സ്പെസിഫിക് ഒബ്ജക്ട്, പേഴ്സൺ ഓർ സിറ്റുവേഷൻ. ചില ആൾക്കാർ ഹൈറ്റ് കയറുമ്പോൾ പേടി വരിക, വെള്ളം കാണുമ്പോൾ പേടി വരിക എന്നുള്ള രീതിയിലുള്ളൊക്കെ ഫോബിയാസുകൾ വരിക എന്നുള്ളതാണ്. ദെൻ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. നമ്മുടെ നാട്ടിൽ വസ്വാസ് എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അതായത് ഒരേ സംഗതി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അത് പെർഫെക്റ്റ് ആയിട്ട് ആവുന്നത് വരെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഫീലിംഗ്, അതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അത് ഫീലിംഗ് ചെയ്യുന്ന കാര്യത്തിന് മാത്രമല്ല ആലോചിക്കുന്ന കാര്യത്തിനും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. സെർട്ടൻ തോട്ട് റിപ്പീറ്റഡ്ലി ഓർ ഫീൽ ദ നീഡ് ടു പെർഫോം സെർട്ടൻ റൂട്ടീൻ റിപ്പീറ്റഡ്ലി, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ്. ദെൻ റിയാക്റ്റീവ് ഡിപ്രഷൻ ഡ്യൂ ടു ദ ഫിസിക്കൽ ഇൽനെസ് ഓർ ലോസ് ബ്ലൂ ടു എസ്റ്റീം. ആള് സെൽഫായിട്ട് ഡിപ്രസ്ഡ് ആവുക, ആൾക്ക് തന്നെ അറിയാം എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ ഞാനൊന്ന് മാറി നിൽക്കാം, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ഡിപ്രഷൻ, അതാണ് റിയാക്റ്റീവ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഫോളോയിങ് എക്സ്പീരിയൻസ് ലൈക്ക് വാർ, റോയിറ്റ്, എർത്ത്, എന്തെങ്കിലും കൊലപാതകം അല്ലെങ്കിൽ കലാപമൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷോക്ക്, അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്റീരിക്കൽ type of neurosis, that means dramatic symptom resembling serious physical illness. ആള് ചിലപ്പോൾ അഭിനയിക്കാന്ന് തോന്നിപ്പോവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഡ്രാമ കാണിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം, ആൾക്കത് ചിലപ്പോൾ ആ രീതിയിൽ ഫീൽ ചെയ്യാത്ത പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നതാണ് ഹിസ്റ്റീരിക്കൽ ടൈപ്പ് ഓഫ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൽനെസ്. ഇതിൽ ന്യൂറോസിസിൽ പല സംഗതികളും നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യാം, മൈൽഡ് ആയിട്ടുള്ള ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സൈക്കാട്രിക് ഇൽനെസ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമ്മൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സുകൾ എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ CNS there are two type of neurotransmitter, excitatory and inhibitory. Acetylcholine, nitrous oxide, histamine, glutamate and aspartate are excitatory neurotransmitters. CNS stimulation ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളാണ്. ഗാബ, ഗ്ലൈസിൻ, ഡോപ്പമിൻ, 5-hydroxy tryptamine or serotonin. These are inhibitory neurotransmitters.
ഇപ്പോൾ ബോത്ത് എക്സൈറ്ററേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ലെവലുകൾ നോർമൽ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അതിൽ ആൾട്ടറേഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള മെൻ്റൽ ഇൽനെസ് ആൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സംഗതികൾ നാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ ഇതിൽ നോക്കാം. ഡോപ്പമിൻ, ഇറ്റ് ഫങ്ഷൻ ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് മൂവ്മെന്റ്, ലേണിംഗ്, അറ്റൻഷൻ ആൻഡ് ഇമോഷൻ. ഓക്കെ, excess of dopamine receptor will actively link to the schizophrenia. ഷിസോഫീനിയ ഉണ്ടാവും, ഹാലൂസിനേഷൻ പോലെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവും എക്സസ് ആയിട്ട് ഡോപ്പമിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇനി നേരെ തിരിച്ച് ഡോപ്പമിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ട്രെമർ ആൻഡ് ഡിക്രീസ് മൊബിലിറ്റി ഓഫ് പാർക്കിൻസോണിസം ഡിസീസ്. അപ്പോൾ അതാണ് ഡോപ്പമിൻ്റെ ഫങ്ഷൻ. ഇനി അതുപോലെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ. ഇറ്റ് വിൽ അഫക്റ്റ് മൂഡ്, hunger, sleep and arousal. So what will happen in under supply? It will link to depression. ആവശ്യത്തിന് സെറോട്ടോണിൻ ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഡിപ്രഷൻസിലോട്ട് പോകും. ഓക്കെ, Prozac and other antidepressant drug used to raise the serotonin level to treat depression. Now epinephrine or noradrenaline, it will help to control the alertness and arousal. Under supply leads to depression. So both serotonin and 5-HT and noradrenaline is the important neurotransmitter which will regulate the mood and which will control the alertness. So under supply of serotonin and norepinephrine will lead to depression. Okay, അപ്പോൾ ഇതുപോലെ ഓരോന്നുണ്ട്. ഇതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈനലി for the mental illness, if there is an increasing dopamine leads to psychosis, decreasing noradrenaline and 5-hydroxytryptamine in brain leads to depression and attention deficit disorders and anxiety, and decreasing DA will leads to dopamine will leads to Parkinsonism. So this is all about the different mental illness and different reason for mental illness. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇനി ഈ ഓരോ മെൻ്റൽ ഇൽനെസ് കണ്ടീഷൻസിനും എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ്. അപ്പോൾ സൈക്കോസിസ് ഉണ്ടാക്കാൻ കാരണക്കാരനായ ഇൻക്രീസിങ് ഡോപ്പമിൻ എന്ന് പറയുന്ന കണ്ടീഷന് ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. അപ്പോൾ ഡോപ്പമിനെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് നമ്മൾ ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് പഠിക്കാം. ഓക്കെ, അതുപോലെ ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്രീസിങ് നോറഡ്രിനാലിൻ ആൻഡ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ഇൻ ബ്രെയിൻ, അത് ഡിക്രീസ് ചെയ്യുന്നതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകളാണ് ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സുകൾ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും.